മടങ്ങിയെത്താം. ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ CPI ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ബേബി കാസ്ട്രോ പറഞ്ഞത്. അതാണ് ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. PM ശ്രീ വിഷയത്തിലൊക്കെ ഘടകകക്ഷികളുമായി സംസാരിക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു വാചകം തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകന റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഇത് തലയുയർത്തി ചോദിക്കാൻ പറ്റുന്നത് എന്നാണ് ഇപ്പോൾ ബേബി കാസ്ട്രോ പറഞ്ഞത്. ശരിയാണ് സ്മൃതി, ആ കാര്യത്തിൽ ആ അവകാശവാദം നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതായത് ഈ പറഞ്ഞ അതിൽ ഒപ്പിട്ടതിൻ്റെ പിറ്റേന്ന് മന്ത്രിസഭാ യോഗത്തിൽ പോലും CPI ഇരുട്ടിൽ നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തത്. ഒരു കാര്യം വെളിപ്പെടുത്തിയില്ല, അവർ എങ്ങനെയൊക്കെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഇരുട്ടിൽ നിർത്തിയ അവസരത്തിൽ വല്ലാതെ അപമാനിക്കപ്പെട്ടു, തങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് എന്ത് റോളാണുള്ളത് എന്ന് CPI സ്വയം ചിന്തിക്കുകയും അതുകൊണ്ട് തന്നെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇടതു മുന്നണിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മന്ത്രിസഭയെ പോലും അറിയിക്കാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ചെയ്തപ്പോൾ അതിനെതിരെ അതിശക്തമായൊരു നിലപാടെടുത്തത് CPM ഏറെ കാലത്തിന് ശേഷം അതിൻ്റെ അന്തസ്സും അസ്തിത്വവും വീണ്ടെടുക്കുകയായിരുന്നു. അതിന് തുടർച്ചയാണ് ഇപ്പം നടക്കുന്നതും. അതായത് ഏറെക്കാലത്തിന് ശേഷം ബിനോയ് വിശ്വം ആണോ ഇത് ചെയ്യുന്നത്? പണ്ട് TV തോമസിൻ്റെ കാലത്ത്, അതല്ലെങ്കിൽ CK ചന്ദ്രപ്പൻ്റെ കാലത്ത്, വെളിയം ഭാർഗവൻ്റെ കാലത്ത്, MN ഗോവിന്ദൻ നായരുടെയൊക്കെ കാലത്തുള്ള ആ ഒരു ആർജവും ആ ഒരു ആത്മാഭിമാനവും അന്തസ്സും ഉറച്ച നിലപാടും പ്രകടിപ്പിക്കാൻ CPIക്ക് ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇതിൻ്റെ ക്രെഡിബിലിറ്റി വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. CPM വിചാരിക്കുന്നത് എന്താ? ഈ CPI എന്ന് പറയുന്ന പാർട്ടി ആളില്ല പാർട്ടിയാണ്. അവരില്ലെങ്കിലും ഇടതു മുന്നണിക്ക് ഇപ്പോൾ ഉള്ള സീറ്റുകളിലൊന്നും വലിയ വ്യത്യാസമില്ല. കുറേ സീറ്റ് CPIക്ക് കൊടുത്തു, അവരെ CPM വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു എന്നതല്ലാതെ CPIയുടെ വോട്ട് കണ്ട് CPM സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലങ്ങൾ അതൊക്കെ ഒരു ഈ പറഞ്ഞ CPMനാണ് കേരളത്തിൽ വോട്ട് കൂടുതൽ, സ്വാധീനം കൂടുതൽ, അണികൾ കൂടുതൽ എന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ജില്ലകളിൽ കൊല്ലം, തൃശ്ശൂർ പോലെയുള്ള പല ജില്ലകളിലും CPMൻ്റെ കൂടി സാന്നിധ്യം ഇല്ലാതെ, സഹായമില്ലാതെ, CPIയുടെ ആ ഒരു പിന്തുണയില്ലാതെ CPMന് ജയിക്കാൻ പറ്റുമോ? ഇപ്പോൾ പട്ടാമ്പി പോലെ, മണ്ണാർക്കാട് പോലെയുള്ള പാലക്കാട് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും CPI വോട്ടുകൾ വളരെ ക്രൂഷ്യലാണ്. തൃശ്ശൂരിലെ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും CPI വോട്ടുകൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ CPM വിചാരിക്കുകയാണ് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് ഇവർ കഴിയുന്നത് എന്നുള്ള നിലപാടാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് അനുസരിച്ച് കൂടെ നിൽക്കുക, അതാണ് നിങ്ങളുടെ ചരിത്രപരമായ ദൗത്യം. നേരത്തെ ശ്രീ ജയചന്ദ്രൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറയുന്നു പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ പാർട്ടിയെയും മുന്നണിയെയും ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നം, പ്രിയപ്പെട്ട ജയേന്ദ്രൻ സാറേ, ഇത് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. ഈ പ്രശ്നം അതുപോലെ തന്നെ രാഷ്ട്രീയമായ പ്രശ്നമാണ്. ഇത് രണ്ടും അല്ലാതെ പിന്നെ എന്ത് പ്രശ്നമുള്ളത്? പ്രത്യയശാസ്ത്രത്തിൽ എന്നേ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് എടുക്കേണ്ട നിലപാടുകൾ എടുക്കുന്നില്ല. മതേതരത്വം പോലും ഇടതുമുന്നണിയിൽ നിന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താ? അതിശക്തമായ മതേതര ജനാധിപത്യ നിലപാടാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഏറ്റവും ഹീനമായ അല്ലെങ്കിൽ ഏറ്റവും പച്ചക്കുള്ള വർഗീയതയ്ക്ക് എതിരെ പോലും പ്രതികരിക്കാൻ CPM അറച്ചു നിന്നപ്പോൾ അവിടെ VD സതീശനെ പോലെ ഒരാൾ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ 3 അല്ല 30 തവണ അധികാരത്തിലെത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നൊരാർജവം, അത് ആരുടെ ഭാഗത്തുനിന്നാണ് കേരളം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്? ഇടതുപക്ഷം പറയേണ്ട കാര്യങ്ങളാണ് അന്ന് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അവിടെയാണ് ഇടതുപക്ഷത്തിന് അടിതെറ്റിയത്. എന്നിട്ട് രാഷ്ട്രീയമായ പ്രശ്നമില്ല, പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് എവിടെയാണ്? രാഷ്ട്രീയമായും പ്രശ്നമുണ്ട്, പ്രത്യയശാസ്ത്രപരമായും പ്രശ്നമുണ്ട്. മുന്നണി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ മുന്നണി അഭിമുഖീകരിക്കുന്നുണ്ട്. അത് CPIയും CPMും അഭിമുഖീകരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ സാധിക്കുമോ, അതോ ഇനിയും തർക്കങ്ങളും പ്രതികരണങ്ങളും തുടരുമോ എന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.